ഡോക്ടറെ പെനീസിൽ നിന്ന് നൂല് പോലെ ഒഴുകി വരുന്നു, എപ്പോഴുമില്ല. ഞാൻ ചോദിച്ചു, എപ്പോഴാണിത് വരുന്നത്? ഇത്ര വലിയ പ്രശ്നമാണോ? അത് ഇടയ്ക്കിടയ്ക്കുണ്ട്, അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇതുകൊണ്ട് പള്ളിയിൽ പോകാനും നിസ്കരിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ എല്ലാ സമയത്തും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സുഹൃത്തെ, എന്താണിത്? ഇത് എപ്പോഴെങ്കിലും സ്ത്രീകളോട് സംസാരിക്കും. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. ചിലപ്പോൾ 1-2 തുള്ളി ഒഴുകി വരും. എന്തെങ്കിലും സെക്സ് പറയുമ്പോഴോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ ആണോ? അതെ. പിന്നെ സെക്സിൻ്റെ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ സെക്സിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. ഇതൊരു രോഗമാണ് എന്ന് കരുതിയാണ് വ്യക്തി കൺസൾട്ടേഷൻ എത്തിയത്. പക്ഷേ ഇതൊരു രോഗമല്ല. കാരണം ഒരു വ്യക്തി മാനസികമായിട്ട് സെക്ഷലി എക്സൈറ്റഡ് ആവുന്ന സമയത്ത്, ഉത്തേജിതനാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരം, അതാണ് ഇതിന് കാരണം. അങ്ങനെ വരുമ്പോൾ ലിംഗോദ്ധാരണം സംഭവിക്കും. പെനീസിൽ നിന്ന് 1-2 ഡ്രോപ്പ് പുറത്തേക്ക് വരാം. അതൊരു തരം പ്രീ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡാണ്. ചിലപ്പോൾ കൂപ്പേഴ്സ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന 1-2 തുള്ളിയാവാം, അല്ലെങ്കിൽ പ്രോസ്റ്റാറ്റിക് സെക്രീഷനാവാം, 1 or 2 ഡ്രോപ്സ് ഇങ്ങനെ ചാടി വരുന്നത്. ഇതൊരു രോഗമേ അല്ല. അതിനുവേണ്ടി ചികിത്സ തേടിയെത്തേണ്ട കാര്യമില്ല. ആ ഡ്രോപ്സ് വരുന്നതിനോടൊപ്പം നീറ്റൽ, പുകച്ചിൽ, വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചികിത്സ വേണം. അതല്ലാതെ നോർമലി ഒരു സ്ത്രീയോട് സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ വീഡിയോ കാണുമ്പോഴോ സെക്സിൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈംഗിക ചിന്തകളിൽ മുഴുകുമ്പോഴോ 1-2 തുള്ളി പുറത്തേക്ക് പോകുന്നത് ഒരു രോഗമേ അല്ല. അതിനെപ്പറ്റി നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല.